സ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. കരാരവിന്ദേ നവദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ ഉപേക്ഷയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാമ്നാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വകാരീം പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ ബുദ്ധിം. ഈ സത്സംഗത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായത് വാസ്തവത്തിൽ ഇതിൻ്റെ സുഹൃതം ഏറ്റവും അധികം അർഹിക്കുന്നത് ഗംഗാധരൻ മാഷും ഉമ്മ ടീച്ചറുമാണ്. അവരില്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാവില്ല. ഗംഗാധരൻ നായർ സാറ്, ഗംഗാധരൻ എന്നാണല്ലോ പേര്. ശിവൻ വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ഭക്തനാണെന്നാണ് ഭാഗവതം പറയുന്നത്. വൈഷ്ണവാനാം യഥാശംഭു എന്നാണ്. വൈഷ്ണവന്മാരിൽ ഏറ്റവും ആദ്യത്തെ പേര് ശിവന്റെയാണ്. അത് കഴിഞ്ഞ ബാക്കിയുള്ള പേര്. അപ്പോൾ തികഞ്ഞ വൈഷ്ണവനാണ് പേര് കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. സഹധർമ്മിണിയാണെങ്കിൽ ഉമ്മ ടീച്ചർ, ഉമ്മ പാർവതി, ശരീരാഭാഗ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എല്ലാം കൊണ്ടും ധന്യമായ ഏത് ആലോചന ഔചിത്യമായിട്ടുള്ള ഒരു ഭാഗവത വിവാഹത്തിലെ, അതായത് ഭഗവാന്റെ ഭക്തന്മാരിൽ ഏറ്റവും ആദ്യത്തെ ആള് ശിവൻ തന്നെ സംഘടിപ്പിക്കുന്ന ഈ സപ്താഹം. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. മാഷും ടീച്ചറും വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. പിന്നെ തിരക്കും അധികം ഇല്ലാത്ത സമയമാണ്. അതുകൊണ്ട് ഭാഗ്യം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാം സ്കന്ധത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭീഷ്മസ്മൃതിയാണ്. ശുഗൻ ഇവിടെ വന്നു. ആ ശുഗൻ വന്ന് ഇവിടെ ഇരിക്കുകയാണ്. കാണില്ല, നമ്മൾ നോക്കേ ഉള്ളൂ. പരോക്ഷമായിട്ടുള്ള കണ്ണുകളെ കൊണ്ട് അതൊക്കെ കാണാം. പ്രത്യക്ഷമായിട്ടുള്ള കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഗൂഢശ്ചരതി കുറിച്ച് എന്നാണ് ഭഗവാനെ കുറിച്ച് പറയുന്നത്. ഭഗവാൻ ഗൂഢനായിട്ടാണ്. ഭഗവാനെ പോലെ തന്നെയാണ് ശിവൻ. യം പ്രവ്രജന്തം അനുപേദം അപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഭാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനി ആനന്ദോസ്. ഇനി ഇങ്ങനെ ഒരാളെ കിട്ടാനുണ്ടോ? യാതൊരു ബന്ധനങ്ങളും ഇല്ലാതെ എല്ലാറ്റിൽ നിന്നും വിരക്തനായി, എന്നാൽ എല്ലാറ്റിലും സ്നേഹപ്രസന്നമായിട്ടുള്ള ദൃഷ്ടിയോടുകൂടി, ഒന്നിനും സ്നേഹമില്ല അവനൊരു വ്യക്തിപരമായിട്ട്, എന്നാൽ എല്ലാറ്റിനെയും പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കും. പ്രപഞ്ചം എല്ലാം ഒന്നായിട്ട് കാണും. അതുകൊണ്ടാണല്ലോ പുത്രേരി തന്മയതയാ തരവോഭിനേതു തം സർവഭൂത ഹൃദയം. സർവഭൂത ഹൃദയനാണ്. എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിലിരിക്കുന്നത് ശുഖബ്രഹ്മർഷിയാണ്. കാരണം ശുഗൻ ബ്രഹ്മസ്വരൂപനാണ്. ബ്രഹ്മണ എല്ലാവരുടെ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ പുത്രാന്ന് വിളിച്ചപ്പോൾ എല്ലാവരും കൂടി ഉള്ളിലുണ്ട്. ശുഗൻ മാത്രമല്ല, ശുഗൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല, പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളും ഒരുമിച്ച് വിളികെട്ടു. ഇവിടെ തരുക്കളെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. തരവോഭിനയതു എന്നാണ്. അവിടെ ചുറ്റുള്ള വൃക്ഷങ്ങളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. പക്ഷേ സമസ്ത ജീവജാലങ്ങളും വിളികെട്ടു എന്നാണ്. കാരണം സർവഭൂത ഹൃദയനാണ്. ഇനി ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ളൊരു വിശേഷണം ശിവന് വേറെ കൊടുക്കാനുണ്ട്. സർവഭൂത ഹൃദയൻ എന്നാണ്. അങ്ങനെയുള്ള സുഖബ്രഹ്മർഷിയാണ് ഇനി ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹം വായ തുറക്കുന്നത് ഈ രണ്ടാം സ്കന്ധത്തിലെ ആദ്യത്തെ വരിയാൻ എന്ന് പറയുന്ന ശ്ലോകത്തോടു കൂടിയാണ്. വരിയാൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ആദ്യത്തെ വാക്കന്നതാണ്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഭഗവാനാണ്. സനാതനമായിട്ടുള്ള ധർമ്മം ശ്രേഷ്ഠമായിട്ടുള്ളത് ഭഗവാനാണ്. അപ്പോൾ ആ ഭഗവാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സുഖബ്രഹ്മർഷി പറഞ്ഞത്. ഭാഗവതം ഭക്തി വേണം, യുക്തി വേണം, പിന്നെ വിഭക്തി വേണം.
അറിവ് വേണം. കാരണം എന്താ, ഭാഗവതത്തിലെ വിദ്വാൻമാരിൽ പരീക്ഷയാണ് ഭാഗവതം എന്നാണ്. ഭാഗവതയെ പരീക്ഷ. വിദ്വാൻമാർ മറ്റേതൊക്കെ പഠിച്ച് പാസ്സായാലും ഭാഗവതത്തിന് പാസ്സാവണമെങ്കിൽ കഷ്ടി മാർക്ക് കിട്ടുന്നത് വലിയ പാടാണ്. ഭാഗവതം അത്ര കട്ടിയാണ്. പക്ഷെ അത്ര കട്ടിയാണെങ്കിലും അത്ര ലളിതാക്കാൻ ശുഗനെ പോലെയുള്ള ആളുകൾക്ക് കഴിയും. ശുഗബ്രഹ്മർഷിയെ പോലെയുള്ള ആളുകൾക്ക് ഇത് ലളിതാക്കാൻ കഴിയും. അതാണ് ശുഗന്റെ നന്മ. ശുഗനെ പോലെയുള്ള മറ്റ് ആചാര്യന്മാരുണ്ട്. ശുഗനാണ് അതിൽ ആദ്യത്തെ ഗുരുസ്ഥിതൻ എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം ആ പങ്ക്തിയിൽ ആദ്യം നിൽക്കുന്ന ആൾ. അപ്പോ ഭാഗവതം എന്തിനാണ് ഭാഗവതം? ശ്രീശുകൻ ഈ ഭാഗവതത്തെ ഉപദേശിച്ചത് എന്തിനാണ്? ഭാഗവതം ഒരു കാവ്യമാണ്, ഒരു പുരാണമാണ്, ഒരു ശാസ്ത്രമാണ്. ഇതെല്ലാമാണ്. ഏതാ ചോദിച്ച ശാസ്ത്രമാണോ? ശാസ്ത്രം. കാവ്യമാണെന്ന് വെച്ചാൽ കാവ്യം. കാവ്യം രസമാലയം എന്നാണ് പറയുന്നത് അല്ലേ? പിബത ഭാഗവതം രസമാലയം. കാവ്യം കോരി കുടിക്കുന്ന പോലെ, മധുരമായ കാവ്യം കോരി കുടിക്കുന്ന പോലെ കുടിക്കാൻ പാടുള്ളൂ. ഭക്തി രസമാണ് അതിന് പൂർണ്ണമായിട്ടും. ഭക്തി സ്ഥാപനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പുരാണം തന്നെ. മറ്റ് പുരാണങ്ങളൊക്കെ പല വർണ്ണനകൾക്കും പല ഭക്തിതരമായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ഭാഗവതം എന്താ പറയുക, ആമൂലാഗ്രം ഭക്തി പ്രധാനം. അത് ഈ ഭാഗവതം എന്തിനാണ് പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രീശുകനെ കുറിച്ച് പറയുന്നത് എന്താണ്? കാലവ്യാള മുഖഗ്രാസ ത്രാസ നിർനാശ ഹേതവേ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം. കീരേണ ശുകേന ഭാഷിതം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ശാസ്ത്രമാണ്. അത് എന്തിനുള്ളതാണ്? ഈ ഭവലോകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള സാധനം. നമ്മൾ ശരിയാണെന്ന് ധരിക്കുന്നതൊക്കെ തെറ്റാണ്. നമ്മൾ അത്ര ശരിയായിട്ട് ധരിക്കാത്ത കാര്യമാണ് ശരിയായിട്ടുള്ളത്. യോഗികൾക്ക് രാത്രിയായിട്ടുള്ളത് നമുക്ക് പകലാണ്, നമുക്ക് പകലായിട്ടുള്ളത് യോഗികൾക്ക് രാത്രിയാണ്. നമുക്ക് പ്രകാശമായിട്ടുള്ളത് അവർക്ക് ഇരുട്ടാണ്. നമുക്ക് ഈ മായയാണ് പ്രകാശം തോന്നുന്നത്, പക്ഷേ അത് യോഗികൾക്ക് ഇരുട്ടാണ്. പക്ഷെ നമുക്ക് തത്വജ്ഞാനം അറിഞ്ഞൂടാ, അതുകൊണ്ട് ഇരുട്ടാണ്. അത് അവർക്ക് പ്രകാശം. കാരണം അവർക്ക് തത്വജ്ഞാനം അറിയാം. യാ നിശ സർവഭൂതാനാം യസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതോ മുനി. വളരെ മഹാഭാരതത്തിലുള്ള ശ്ലോകമാണ്. ഈ അർത്ഥം വരുന്ന നിരവധി ശ്ലോകങ്ങൾ ഭാഗവതത്തിലുണ്ട്. അപ്പോ ഈ മായയുടെ വലിയ സർപ്പം, ആ സർപ്പം നമ്മളെ വന്ന് കടിക്കുന്നതിൽ നിന്ന് അതിന് രക്ഷപ്പെടാനുള്ളതായിരിക്കുന്ന, അതിന് നിർനാശഹേതവേ, അത് നശിപ്പിക്കാനുള്ളതായിരിക്കുന്ന ഒരേ ഒരു ഹേതുവാണ്, ആ കാളസർപ്പത്തെ നശിപ്പിക്കാനുള്ള ഒരേ ഒരു ഹേതുവാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ശാസ്ത്രം. ഇതല്ലാണ്ട് വേറൊരു ഉപാധിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതത്തെയാണ് ശുഗൻ ഇനി 2-ാം സ്കന്ധത്തിൽ പരീക്ഷത്തിനോട് ഇത് നേരിട്ട് ശുഗനും പരീക്ഷിച്ചും നമ്മൾ സംസാരിക്കാൻ പോണ ഭാഗവതത്തിൻ്റെ സ്ഥാനം ഇതേവരെയുള്ള ആമുഖമാണ്. ഇവിടെ ഭാഗവതത്തിൻ്റെ ഞാൻ വളരെ ദീർഘമായി സംസാരിക്കുന്നില്ല, നമുക്ക് വായിക്കുകയാണല്ലോ, അതുകൊണ്ട് വളരെ ദീർഘമായി പറയുന്നില്ല. ഭാഗവതത്തിൻ്റെ 1-ാം സർഗത്തിലെ പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം മാഹാത്മ്യമാണ്. നമ്മൾ ഇന്നലെ കേട്ടു.